എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പണത്തിനായി സുഹൃത്തിന്റെ അമ്മയെ കൊന്ന ക്രൂരത. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? വീട്ടുജനാലയിൽ തൂങ്ങിയ നിലയിൽ തുളസിയെ കണ്ടെത്തിയത് 2018 സെപ്റ്റംബർ 22-ന്. പിന്നാലെ കൊലപാതകമെന്ന് തെളിഞ്ഞു. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേസിൽ കൊലയാളിക്ക് ജീവപര്യന്തം തടവ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. 2018 സെപ്റ്റംബർ 22-ാം തീയതിയാണ് താമരക്കുളം മാങ്കൂട്ടത്തിൽ വടക്കത്തിൽ സുധാകരന്റെ ഭാര്യ തുളസിയെ വീടിന്റെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് തുളസിയുടെ മക്കളുടെ സുഹൃത്തായ കറ്റാനം സ്വദേശിയും അന്ന് 19 വയസ്സ് മാത്രം പ്രായമുള്ള ജെറിൻ രാജിലേക്ക് എത്തുന്നത്. മൊബൈൽ ഫോൺ വാങ്ങാനായി ജെറിൻ തുളസിയോട് പണം ആവശ്യപ്പെട്ടിരുന്നു. ഇവർ നൽകിയില്ല. തുടർന്ന് അലമാരിയിൽ നിന്ന് ജെറിൻ 10,000 രൂപ കവർന്നു. പണത്തിനോട് അതി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. ഇത് കണ്ടുകൊണ്ടുവന്ന തുളസിയുമായി വാക്കുതർക്കമായി. ബലപ്രയോഗത്തിനിടെ 48-കാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി. പൊതുവാൾജി എനിക്കിനെ ചോര കളകണ്ടട്ടാ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. കേസിൽ മാവേലിക്കര കോടതി വിധി പ്രസ്താവിച്ചു. കൗമാരക്കാരനായ പ്രതിക്ക് ജീവപര്യന്തമാണ് ശിക്ഷ. മോഷണത്തിനും തെളിവ് നശിപ്പിച്ചതിനും അധിക തടവും പിഴയും വിധിച്ചിട്ടുണ്ട്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കും.